പേടിക്കേണ്ട കാര്യമില്ല. സാറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് റെഡിയാക്കാനായിട്ടാണ് സാറിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചേടാ ഇത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതില്ല. സാറേ ഇനി വന്നേ സാറേ ഇങ്ങോട്ട്. സാറേ ഇങ്ങോട്ട് വരാനായിട്ട് ഇങ്ങോട്ട് വാ സാറേ. എന്ത് വർത്താനം പറയാന്ന് പറ. സംസ്ഥാനം ഭരിക്കുന്ന DGP ആണ്. സ്കൂളിൽ പിള്ളേരെ കൊണ്ടുപോകുന്നവരാണ് ഓരോ സ്ഥലത്തോട്ട് വിളിച്ചോട്ട് വരുന്നത്. സാർ ഇങ്ങ് വന്നേ സാറേ. ബന്ധുക്കളൊക്കെ അറിഞ്ഞു ഞാൻ ചമ്മലാണെന്ന് എനിക്ക്. സാറേ ഇത് ചമ്മണ്ട കാര്യമൊന്നും ഇല്ല. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എനിക്ക് ചമ്മിപ്പോവും ഞാൻ. സാറേ അത് പേടിക്കട്ടെ. ഇപ്പൊ ഇവിടുന്ന് ഒരു കൗൺസിലിംഗ് കിട്ടാത്തടത്ത് സാറിന് അത് ഓക്കെ ആവും. ഞാനത് റെഡിയാക്കി തരാം. സാർ പേടിക്കട്ടെ. നമസ്കാരം. 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 ഇവിടെ പുതിയതാണല്ലേ? നെറ്റിയിൽ പ്ലാസ്റ്റിക് സ്റ്റിക്കർ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെ ചോദിച്ചേ. പിന്നെ പുതിയതാന്ന് ചോദിച്ചു. അല്ല സാർ ഇവിടെ പുതിയതാണോ? ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കിട്ട് വന്നതാണ്. ആണല്ലേ? ശരി. എന്താ വന്ന കാര്യം പറഞ്ഞു? വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ നിൽക്കുന്നത് സംസ്ഥാനത്തെ DGP വിശ്വംഭര സാർ. DGP? അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന പരിപാടി അല്ലല്ലോ അത്. ഈ ഓണക്കിറ്റിനെ ഈ കടലേര കൂടെ വന്നപ്പോ ഈ പ്രൈസ് അടിച്ചൊല്ലും DGP ആയടാ. ഒറിജിനൽ DGP. ഒറിജിനൽ DGP ആണ് വിശ്വംഭര സാർ. വിശ്വംഭര സാർ ഒറിജിനൽ. മനസ്സിലായില്ലേ? ഇല്ല. അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് കൂടെ എടുത്ത് വന്ന എല്ലാവരും ഇപ്പൊ അവര് വിശ്വസിക്കത്തില്ലായിരുന്നു. അതെ സംഭവം വേറൊന്നുമല്ല. സാറിന് ചെറിയൊരു മാനസിക ടെൻഷൻ. എന്താ ടെൻഷൻ? ആ ടെൻഷൻ ഒന്ന് മാറ്റി കൊടുക്കാനായിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താണ് ടെൻഷൻ? സാറിന്റെ ടെൻഷൻ എന്താണ്? അതായത് സാറിന് ഇപ്പൊ 55 വയസ്സുണ്ട്. ഓക്കെ. സാറിന്റെ മോൻ ഇപ്പൊ ഒരു അച്ഛനാകാൻ പോവാണ്. സാറും അച്ഛനാണ്. അതെങ്ങനെ? സാറിന്റെ മകൻ അച്ഛനാകാൻ പോവാണ്. സാറും അച്ഛനാണ്. സാറപ്പ അച്ഛനല്ലോ, അച്ഛനല്ലേ? അല്ല, അതായത് സാറിന്റെ മോൻ അച്ഛനാകാനായിട്ട് പോവാണല്ലോ. പോവാണ്. പക്ഷെ സാറും അച്ഛനാണ്. അല്ല, സാറെപ്പോഴും അച്ഛനാണ്. അച്ഛനല്ല, അച്ഛനാണെന്ന്. അല്ല, അത് സാറിന്റെ മകൻ അച്ഛനാകാൻ പോകുന്നു. അപ്പൊ സാർ അച്ഛനല്ലേ? അല്ല, അച്ഛൻ. ഒരു കാര്യം ചെയ്യ്. ഞാൻ കൺഫ്യൂഷനാണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് ഒന്നേന്ന് വന്നേ. പോയിട്ട് ഒന്നേന്ന് വരാം. അല്ലെങ്കിൽ പുള്ളിക്ക് ആ കറണ്ടടിക്കണ മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ. നമസ്കാരം സാർ. നമസ്കാരം. ഈ നിൽക്കുന്നത് DGP. അതൊക്കെ ഓക്കെ. സാർ ഇവിടെ പുതിയ അത് തന്നെ പുതിയ സ്റ്റിക്കർ കോമഡി അതൊക്കെ പോയി. ഞാൻ പറയാൻ വന്ന അത് പറ. സാറിന്റെ മരുമോള് അമ്മയാകാൻ പോവാണ്. സാറിന്റെ അമ്മ അമ്മയാണ്. അച്ഛന്റെ സ്ഥാനത്ത് അമ്മയാക്കിയല്ലേ? ഇതുകൊണ്ട് എങ്ങനെ മനസ്സിലാവും? എന്താണെന്ന് ആർക്ക് മനസ്സിലാവും? അല്ല, ഞാൻ പറഞ്ഞു വന്ന സാറിന് സാറേ സാർ പറഞ്ഞോളൂ. ഡോക്ടറെ, എന്റെ മകൻ അച്ഛനാവാൻ പോകുന്നു. ഓക്കെ. എന്റെ ഭാര്യ ജഡ്ജിയാണ്. അവൾ ഗർഭിണിയാണ്. ഇത് പുറത്ത് പറഞ്ഞ എനിക്ക് നാണക്കേടാണ്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ. അതാണോ പറഞ്ഞ? ഓ, അത് ശരി. അതായത് മകൻ അച്ഛനാകാൻ പോകുന്നു, നിങ്ങളും അച്ഛനാകാൻ പോകുന്നു. ഭാര്യ പ്രഗ്നന്റ് ആണ്. ഇത് വെളിയിൽ പറഞ്ഞ നാണക്കേടല്ലേ? ചമ്മല്. ഭാര്യ എന്തോന്ന് പറഞ്ഞ? ജഡ്ജിയാ. നിങ്ങള് DGP. ഈ ജഡ്ജിയും DGPയും കൂടെ എന്തോ വയസ്സാ കാലത്ത് ഇത്. നിങ്ങൾ എന്താ സംഭവം? എന്നിട്ട് ചമ്മലും കൊണ്ട് വന്നേക്കാ ഇവിടെ. അല്ല, ബന്ധുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ അടുത്തൊക്കെ എങ്ങനെ പറയാം? ഒരു ചമ്മലുണ്ട് ഡോക്ടറെ. മക്കളടുത്ത് ചമ്മയുടെ കാര്യം എന്തോ ഇതൊക്കെ? അല്ല, ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ അറിയാൻ നേരത്ത് സാറിന് ഒരു കുണ്ഠിതം ഉണ്ടാകുമെന്നൊരു ഇത്. അതല്ലാതെ സാർ ഇപ്പൊ നമ്മുടെ ഈ നാട്ടുകാരൊക്കെ അറിയാൻ നേരത്ത് അവിടെ ഒരു കുണ്ഠിതം ഉണ്ടാകുമെന്നുള്ളൊരു. പിന്നെ ഈ നമ്മുടെ ഈ ബന്ധുക്കള് അതുപോലെ തന്നെ അയൽക്കാര് ഇതുപോലുള്ള ആൾക്കാരെ അറിയുമ്പോ അവിടെയും ഒരു കുണ്ഠിതം ഉണ്ടാകുമെന്നുള്ളൊരു. സത്യം പറഞ്ഞാലേ നിങ്ങളുടെ സാറിന് മാനുഷിക പരിഗണന കിട്ടും. നീ എന്തിനാണ് ഇത് പറയാണെന്ന് പറഞ്ഞ് നാറ്റിക്കേണ്ട കാര്യം തോന്നുന്നു? ഞാൻ അങ്ങനെ ഇതൊക്കെ പുള്ളി മാനുഷിക പരിഗണന കാര്യങ്ങളല്ലേ ചെയ്തേക്കുന്നത്. എന്റെ ചമ്മൽ എങ്ങനെയൊന്ന് മാറ്റി തന്നെ സാർ. ഇരിക്കും സാർ. ജീവിതത്തിൽ ആദ്യമായിട്ട് ചമ്മൽ എപ്പോഴായിരുന്നു വന്നതെന്ന് ഓർമ്മയുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ചമ്മൽ വന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഇടയിൽ കൊണ്ടുവന്ന് ഞങ്ങളെ ഇരുത്തും. അപ്പോഴൊരു ചമ്മൽ സാറിന് ആദ്യമായിട്ട് ജീവിതത്തിലുണ്ടായി. അപ്പ ചമ്മൽ വന്നതല്ല, പിന്നെ ഞാൻ പ്രതീക്ഷിച്ച പെൺപിള്ളേർ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ചമ്മിപ്പോയി. പ്രതീക്ഷിച്ച പെൺപിള്ളേർ ഇല്ലായിരുന്നു. അപ്പൊ ചമ്മൂല്ലേ നമ്മളായിരുന്നു. ചമ്മു ഇപ്പൊ ഇന്നലെയും തുടങ്ങിയ ഞരമ്പല്ല ഇത്. വാ തുറക്കൂ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇപ്പൊ ജീവിതത്തിൽ ആദ്യത്തെ ചമ്മല് വന്നത് എവിടെയെന്ന് വാ നോക്കി പറയാൻ പറ്റൂ?
വാ നോക്കി പറയാന്ന്. അല്ല വാ തുറന്ന് നോക്കി പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് ജീവിതത്തിൽ ആദ്യം ചമ്മൽ വന്ന എവിടെയാന്ന് കറക്റ്റ് അറിയാൻ പറ്റുമോ? പിന്നെ ചമ്മല് പിന്നെ ചമ്മിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നെയെങ്കിലും ചമ്മിയതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. ജീവിതത്തിൽ ചമ്മൽ വന്നിട്ടില്ല. ഓ അത് ഇപ്പൊ ഈ സിറ്റുവേഷനിലാണ് ചമ്മൽ വന്നത്. കാരണം ഈ പ്രായമൊക്കെ ആയതുകൊണ്ട് ഒരു മകനോ മകളോ ജനിക്കാൻ സാർ ഇതിപ്പോ എന്താണ് അസുഖം എന്നുള്ളത് വല്ലോ? മെഡിക്കൽ സയൻസ് പറയുകയാണെങ്കിൽ ഇതിനെ ബ്രിട്ടീഷ് ബിനോയ് സിംറ്റം എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് ബിനോയ് സിംറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും വന്നതായി അറിയോ? ഇല്ല. പിന്നെ എന്തിന് കണ്ണെടുത്ത് വെളിയിടണ അകത്ത് പോയി? അപ്പൊ ഇതാണ് നമുക്കിത് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എനിക്ക് ബന്ധുക്കള് ചേട്ടച്ചന്റെ മുമ്പിൽ ഒരു ഇള്ള കുഞ്ഞായിട്ട് നിൽക്കുന്ന ആളാണ് സാറ്. ആണല്ലേ? സത്യം പറഞ്ഞ DGP എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. കാരണം ചമ്മലാണ്. അപ്പൊ ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇത് അറിയാവുന്നത് ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അതാണ് പുള്ളിയുടെ പ്രശ്നം. ആണല്ലേ? വീട്ടില് ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ചോറ് എനിക്ക് വേണം. ആകെ നിർബന്ധമാണ്. മീൻ പൊരിച്ചതും വേണം, അച്ചാർ ഇഞ്ചിയും വേണം എനിക്ക്. ഞാൻ ഇതെല്ലാം കൂടെ എടുത്തോണ്ട് ഓടിയ ഇല്ല. പിന്നെ എന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്ന? നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധം ഇല്ലെന്ന് പറയുന്നത്, എന്നിട്ട് നിർബന്ധിക്കുന്നത് നിങ്ങളല്ലേ? അല്ല അത് സാറേ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പോ അങ്ങനെ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്റെ സാറിന്റെ അസുഖം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ മറ്റേതൊന്ന് ചെയ്തു നോക്കി. മറ്റേത് ഹിൽപ്നാട്ടോട്ടിസം, ഹിൽപാലസോട്ടിസം, എന്ത് ഹിൽട്ടോട്ടോപാലസം. എന്ത് സാർ? ടോട്ടോപാല. സാറേ ഉദ്ദേശിക്കുന്നത് ഹിപ്നോട്ടിസം എന്നാണ്. സാറെന്താ ഉദ്ദേശിക്കുന്ന? കയ്യടി. അവിടെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ ആൾക്ക്? വിദ്യാഭ്യാസം മുടക്കുമായിരുന്നു സാറേ. ഇതല്ലേ പണ്ട് തൊട്ടേ ഇത് ഒന്നാമത്തെ കാര്യം. പഠിക്കുന്ന വിദ്യാർത്ഥികളെ മുടക്കം എന്ന് പറയുന്നത് വീട്ടുകാരും നാട്ടുകാരൊക്കെ ചേർന്ന് ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. അതെ. ആരാണ് ഈ മുടക്കുന്നത്? ഞാൻ തന്നെ. സ്കൂളിൽ പോകുമ്പോൾ വിളിക്കാത്ത ഞാൻ പോകത്തില്ല. കട്ടിലെ കിടന്ന് കമൻ തങ്ങ് കിടക്കും. എന്തിനാ നമ്മളെപ്പോഴും സ്കൂളിലോട്ട് പോയിട്ട്? ഒരു കാര്യമില്ല സാറേ സ്കൂളിൽ പോയിട്ട്. ആണല്ലേ? ഇതൊന്ന് മേടിച്ചോണ്ട് വന്നേ കേട്ടോ. ഇതെന്തോ ഇത്? അത് ഏതാണ്ട് ഇതിന്റെ ഫസ്റ്റ് ഡോസ് മരുന്നാണ് സാറിനുള്ള. അതെ അതെ. എന്റെ സാറിനുള്ള മരുന്ന് എവിടെ പോയാലും ഞാൻ കൊണ്ടുവരും. മേടിച്ചോണ്ട് വരും. സാറെന്ന് പറഞ്ഞ എന്റെ ജീവനാണ്. കൊണ്ടുവരും സാറേ. സാർ എന്തോ സാറേ എഴുതി കൊടുത്തവന്? വീട്ടിലെ ഊണില്ലേ, വീട്ടിലെ ഊണൊന്നും തലതിരിച്ച് എഴുതി കൊടുത്താണ്. ആവശ്യമില്ലാത്ത ഇടപെടൽ. പോയിട്ട് വരട്ടെ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടതായിട്ട് നിങ്ങൾ അറിഞ്ഞു? അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഒരു ഭർത്താവാണ്. ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഫസ്റ്റ് ദിവസം വന്നപ്പോഴത്തേക്ക് ഞാൻ ചൂടോളം ചോദിച്ചു, എവിടെ തന്നില്ല. രണ്ടാമത്തെ ദിവസം വന്നു, ഞാൻ ചൂടോളോട് പോലീസുകാരനാണ്. അപ്പൊ അതേ കാമ്പിൽ ചോദിക്കണ്ടേ, കയ്യും കാലം ഉണ്ടല്ലോ എടുത്താണ് കൂച്ചോ എന്നോട്. മൂന്നാമത്തെ ദിവസം ഞാൻ ചോദിച്ചു, അന്നും ചൂടോളം തന്നില്ല. പിന്നെ ദേഷ്യം വരില്ല, നമുക്ക് ആണുങ്ങൾക്ക് ദേഷ്യം വരില്ല. ചൂടുവെള്ളം തരാത്തനാണോ? ഇങ്ങനെ ഉണ്ടാ ഭഗവാനെ ചൂടുവെള്ളം തന്നില്ല? ഇങ്ങനെയൊക്കെയാണാ ചൂടുവെള്ളം തരാത്തതിനുള്ള പ്രതികാരം? അല്ല, ഇവിടെ ചൂടുവെള്ളം ഇരിപ്പുണ്ടോ സാറേ? അടുക്ക കൂടാതെ ഇവിടെ ഫ്രിഡ്ജുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്. കാര്യം കേട്ടാ, നമുക്കത് സെറ്റാക്കാം. അല്ല, ചൂടുവെള്ളം വേണമെങ്കിൽ വേണ്ട. അത് എങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബക്കാരൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ, DGP ആണ്, പോലീസാണ്, നാണക്കേടാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് ഒതുക്കി തരണം. ഓക്കെ, നമുക്കത് എന്റെ മൈൻഡിൽ നിന്ന് മാറ്റി തരണം. നമുക്ക് ശരിയാക്കാം. ഈ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോയാലോ? നമുക്ക് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. കുട്ടിക്കാനത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ ചേട്ടച്ചൻ അവിടെ അല്ലേ ഉള്ളത്. അവിടെ ചെന്ന് കഴിയാൻ നിർത്തി കാര്യങ്ങളൊക്കെ പുള്ളി അറിയത്തില്ലേ. ഇത് പുള്ളിയെ പെട്ടെന്ന് അറിയിക്കാനുള്ളൂ. ഒരു മനസമാധാനത്തിൽ ഇതെല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടിക്കാനത്തോട്ട് പോകേണ്ട കാര്യമില്ല. ഇതെന്താ സംഭവം? സാർ എഴുതി തന്ന മരുന്ന്. എഴുതി തന്ന മരുന്ന്? ഇതിന് ഇത്രയും മരുന്ന് കിട്ടിയ? ഞാൻ ഇത് അവിടെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ചെറിയൊരു വാക്ക് എഴുതിയിട്ടുള്ളൂ, പക്ഷെ ഇത്ര മരുന്ന് അവർ തന്നു വിട്ടു. ഇതാണ് ഇപ്പോഴത്തെ മെഡിക്കൽ സ്റ്റോറിന്റെ അവസ്ഥ. എന്തെങ്കിലും തലയിരിച്ചെഴുതി കൊടുത്താൽ പറഞ്ഞു കൊടുത്തുവിടുന്ന സാധനങ്ങളുണ്ട്. ഇതാണ് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു. അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം. അതായത് മുയലും ആമയും കൂടെ ഓടിയ കഥ അറിയോ? മുയലമ്മയും ആമയും കൂടെ ഓടിയിട്ട് ഏകദേശം പകുതി എത്തിയപ്പോ മുയലിന് ക്ഷീണം വന്നപ്പോഴത്തേക്ക് മുയൽ മരത്തിന്റെ ചോട്ടിൽ കിടന്ന്, ഈ സമയത്ത് ആമ നേരെ ഓടിച്ചെന്ന് രക്ഷപ്പെട്ട്. ഈ സാധനമല്ലേ സാറ് പറയാൻ പറ്റത്? ഇതൊക്കെ ആർക്കറിയാൻ മേലാത്ത സാധനമാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ഇതാണോ ഈ ഇതെന്ന് പറഞ്ഞു തരേണ്ടത്? കല്യാണം കഴിഞ്ഞായിരുന്നോ? കല്യാണം കഴിച്ചിട്ടില്ല. കുട്ടികള്? കല്യാണം കഴിക്കാതെ കുട്ടികളുണ്ടാവില്ല. ഇല്ല. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികൾ. എപ്പോ വരുമെന്നും പറഞ്ഞ് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. 20 EMI ഉണ്ട്. പറഞ്ഞോട്ടെ? പറഞ്ഞോ. അപ്പൊ ആമയുടെ വീട് 2 കൂട്ടുകാർ കാട്ടിലൂടെ നടന്നിങ്ങനെ പോകുമായിരുന്നേ. കാട്ടിലൂടെ നടന്നു പോയ സമയത്ത് ഒരു കരടി. കരടി ഉണ്ടാവും. പിന്നെ കരടിയില്ലേ, ഈ കരടിയെ കണ്ട് പേടിച്ച് ഒരുതരം ഇങ്ങനെ ഒരു കൂട്ടുകാരൻ താഴത്ത് കിടന്ന്, മറ്റേ മരത്തിന്റെ മേളിലോട്ട് കയറി. ഈ സമയത്ത് കരടി നേരെ താഴത്ത് കിടക്കുന്നതിന്റെ ചെവി വന്നിട്ട് പറഞ്ഞ്, കൂട്ടത്തിൽ നിൽക്കുന്നവന് വിശ്വസിക്കാത്തവന് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല, നീ എഴുന്നേറ്റ് പൊക്കോന്ന് പറഞ്ഞിട്ട് പോയ കഥയല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു EMI കുട്ടികള് പറഞ്ഞായിരുന്നു ഒരേ കാര്യം, ജീവിച്ചു പൊക്കോട്ടെ. എന്റെ സാറേ, ഇത് ഉടായിപ്പ് കേസാണ്.
ഈ പുള്ളിക്കാരൻ ഇത്രയും നേരം ഇവിടെ വന്നിട്ട് സാറിന് എന്തെങ്കിലും ഒരു നല്ല മോട്ടിവേഷൻ സാധനം പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല മോട്ടിവേഷൻ? പുള്ളി ഡോക്ടർ അല്ലേ? എന്ത് ഡോക്ടറാണെങ്കിലും ഒരു നല്ല മോട്ടിവേഷൻ സാധനം ചെയ്യണം. പുള്ളി ചെയ്യുമല്ലോ, നീ സമ്മതിക്കാത്തത്? എന്റെ പൊന്നെ, ഈ ഇരിക്കുന്ന ആൾ ആരാണെന്നറിയാം? എത്ര പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടുള്ള ആളാണെന്നറിയാമോ? മനസ്സിലായോ? അങ്ങനെ ഇരിക്കുന്ന ആള് കുറച്ച് ധൈര്യത്തിന് വേണ്ടി വരുമ്പോൾ അതാണ് കൊടുക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാത്ത ഉപദേശമല്ല കൊടുക്കേണ്ടത്. കുറെ നേരിട്ട് മുയലിന്റെ കഥ, കരടിയുടെ കഥ. ഇയാളൊന്നും ചേട്ടാ സാറേക്ക് വന്നേ, സാറേക്ക് വന്നേ. എന്റെ സാറേ, ഈ ഉപദേശ കാര്യത്തിന്റെ ഒന്നുമില്ല. സാറ് നല്ലൊരു മനുഷ്യനാണ്. സാറിന് പേടിയുണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ സാറിന് പറഞ്ഞു തരാം. സാറിന്റെ പേരിൽ ഇല്ലാത്ത കേസുകൾ വരാൻ നേരത്ത് സാർ അതെന്താണ് ചെയ്യുന്നത്? അത് വേറൊരു തലയെ കെട്ടി വെച്ച് കൊടുക്കും. അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്.